കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കേരളത്തെ ആകെ ദുരിതത്തിൽ ആക്കിയിരിക്കുകയാണ്. ദുരിതം കേരളത്തിന് മീതെ പെയ്തിറങ്ങുന്ന കാഴ്ചയാണ് കുറേ വർഷങ്ങളായി തുടർച്ചയായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഈ ദുരന്തങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് ഇതിനെ തടുത്തു നിർത്തേണ്ടത് എന്നുള്ളൊരു ഗൗരവമായ ചർച്ചയിലേക്ക് കേരളം കടന്നു പോകേണ്ടതുണ്ട്. ഡയലോഗ് പുനരാരംഭിക്കുമ്പോൾ ഞാൻ ആദ്യം ചർച്ച ചെയ്യുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിദഗ്ധയായ ഡോക്ടർ KG താരയാണ് അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഡോക്ടർ KG താരയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ മെമ്പറായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററിൽ 16 വർഷക്കാലം അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററിലെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. UNDPയുടെ എക്സ്പേർട്ട് പാനലിൽ അംഗമാണ്. നിരവധി വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയും ജർമ്മനിയും ഉൾപ്പെടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. നിരവധി സർവകലാശാലകളിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായിട്ട് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ എപ്പോഴും പുതുമയേറിയ കാര്യങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. യങ് സയൻറ്റിസ്റ്റുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. മാത്രമല്ല റിമോട്ട് സെൻസിങ് എൻവയൺമെൻറ്റ് സെൻറ്ററിൽ അവിടെയും ഫാക്കൽറ്റിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അധ്യാപന രംഗത്തും ഡിസാസ്റ്റർ രംഗത്തും എല്ലാം ഒരുപാട് പരിചയസമ്പന്നയായ ഡോക്ടർ KG താര ഡയലോഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സന്തോഷകരമാണ്. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഞങ്ങൾ 2021 നിയമസഭയിൽ 195 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടും അതിന്മേലുള്ള നാസ അനാലിസിസും ഞങ്ങൾ നിയമസഭയിൽ അഡ്ജേൺമെൻറ്റ് മോഷനായിട്ട് കൊണ്ടുവന്നു. അന്ന് ഒരുപാട് പേര് ഞങ്ങളെ പരിഹസിച്ചു, എന്തിനാണ് ഇവിടെ കേരളം ചർച്ച ചെയ്യുന്നത്. ആ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് കേരളം അപകടകരമായ നിലയിലാണ് എന്നുള്ളതാണ്. പുതിയ വാക്കുകൾ ഇങ്ങനെ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവും, ചക്രവാത ചുഴി ഉണ്ടാകും, കള്ളക്കടലുണ്ടാകും, മേഘവിസ്ഫോടനം, ഇങ്ങനെ പല വാക്കുകൾ പുതിയതായി നമ്മൾ കേൾക്കാത്ത വാക്കുകളെല്ലാം കണ്ടു. ഇപ്പോൾ 7 വർഷമായിട്ട് അസാധാരണമായ മഴയാണ് കേരളത്തിലുണ്ടാകുന്നത്. ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ മഴയുടെ കാലവും താളവുമെല്ലാം ഇനി എങ്ങും തിരിച്ചു വരാത്തവണ്ണം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വസന്തവും ശിശിരവും എല്ലാം അതിൻ്റെ കണക്കെല്ലാം തെറ്റിയിരിക്കുന്നു. അപ്പോൾ കേരളം ശരിക്കും ഒരു ദുരന്ത സാധ്യതയുള്ള ഒരു പ്രദേശമായി അക്ഷരാർത്ഥത്തിൽ മാറിയിട്ടുണ്ട്. തീർച്ചയായും മാറി. അത് പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ IPCCയുടെ റിപ്പോർട്ടിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ ഏകദേശം 2000 ഒക്കെ ആവുമ്പോൾ തന്നെ കേരളം ഒരുപാട് ദുരന്തങ്ങൾ, അതായത് മൾട്ടി ഹസാർഡ് പ്രോൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം ഭീതിജനകമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ആശങ്ക, അതിൻ്റെ ബോധ്യം ശരിയായ രീതിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന നയരൂപീകരണ രംഗത്തും രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയും അത് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ചെറിയ ദുരന്തങ്ങൾ എന്തെങ്കിലും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെ പോവുകയാണല്ലോ. ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു ഘടകമായിട്ട് ഇപ്പോഴും നമ്മൾ വേണ്ടത്ര കണക്കിലെടുത്തിട്ടില്ല. സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ അതിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഇപ്പോഴും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വൾണറബിൾ ആയിട്ടുള്ളൊരു സ്ഥലം വേറെ നമുക്കില്ല. ഇന്ത്യയിൽ തന്നെ ഇപ്പം ചെറിയൊരു സംസ്ഥാനം ആയതുകൊണ്ട് ഭൂവിസ്തൃതി വളരെ കുറവാണ്. പിന്നെ ഇപ്പുറത്ത് കടൽ, അപ്പുറത്ത് ഈ മല. ആ മല ഇങ്ങനെ വളരെ ദുർബലമായിട്ട്, പാരിസ്ഥിതിക ദുർബലമായിട്ടുള്ള മേഖല. അപ്പോൾ ഇപ്പുറത്ത് കടല് വളരെ രൂക്ഷമായി, അതിൻ്റെ ഇടയിൽ ഈ സ്ലോപ്പ് മഴ മുകളിൽ നിന്ന് വന്ന് ഇറങ്ങി പോകാനുള്ള. അതെ. അപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാ വികസനവും ഈ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികൾക്ക് കുറുകെയുള്ള വികസനമാണ് എല്ലാം നമ്മളുടെ വികസനം എന്ന് പറഞ്ഞാൽ. ഈ റോഡുകൾ 6 വരി പാത, പിന്നെ കേരയിൽ വന്നിരുന്നെങ്കിൽ അത്. അപ്പോൾ ഇതൊക്കെ ഈ റോഡെന്ന് പറയുന്ന റെയിൽ പാളങ്ങളും ഒന്നും വെള്ളം താഴ്ന്നു പോകുന്ന സ്ഥലങ്ങളല്ല. റോഡ് കെട്ടിയാലും അവിടെ വെള്ളം താഴില്ല. അപ്പോൾ ഇനി മഴ പെയ്യുമ്പോൾ
ഇപ്പം തന്നെ കാലാവസ്ഥ താളം തെറ്റി. ഈ കിഴക്ക് ഭാഗത്ത് ഇനി അത് വെള്ളം കെട്ടി നിൽക്കും, സ്റ്റോർ ചെയ്യപ്പെടും. ഇതെല്ലാം നമ്മൾ കൊണ്ടുവച്ച ഈ വികസനം ആർക്ക് വേണ്ടി എന്നുള്ളൊരു ചോദ്യം നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കണമല്ലോ. എന്തിനു വേണ്ടി? ഇത് എല്ലാ വികസനവും കഴിഞ്ഞ ആളുകളില്ല എന്നുണ്ടെങ്കിൽ, ആളുകൾ മണ്ണിനടിയിലായാൽ ആർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഈ വികസനം? ആരാണ് അവശേഷിക്കുന്നത്? ഈ സംസ്ഥാനത്ത് ആരെങ്കിലും അവശേഷിക്കണമല്ലോ. എല്ലാ സ്ഥലവും മൾട്ടി ഹസാർഡ് പ്രോൺ ആയിട്ടുള്ള എല്ലാ പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ് പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ കണക്കാക്കണം എന്നാണ് പറയുന്നത്. അതിപ്പോഴും നമ്മൾ കണക്കാക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. ഈ കോട്ടയത്ത് ഒരു കാലാവസ്ഥ ഒരു കേന്ദ്രമുണ്ട്, അതുപോലെ ഇവിടെ കാലാവസ്ഥാ വ്യതിയാന ഒരു പഠന കേന്ദ്രം ഇവിടെയുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 2005 മുതൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു സമീപനം എന്ന് പറയുന്നത് ഇത് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നായതുകൊണ്ട്, നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ആയതുകൊണ്ട് ഇത് നമുക്ക് പ്രത്യേകിച്ച് വന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട അലർട്ടുകൾ നമുക്ക് കിട്ടിയില്ല. ഇത് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ ഈ ലഘൂകരണ മാർഗത്തിലേക്ക് മാറണം. അപ്പോൾ ഈ നിലവിലുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് ഈ ഇടയ്ക്ക് ഹൈക്കോടതി തന്നെ ഈ കമ്മിറ്റി പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടൊരു അവരുടെ ഒരു ഒപ്പീനിയൻ, ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ചാൽ സൈറ്റ് പോയി നോക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പല സൈറ്റും റെഡ് സോൺ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, അവിടെ തന്നെ അവർ വളരെ പാരിസ്ഥിതിക ദുർബലം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്വാറിക്ക് അനുമതി കൊടുക്കുന്നു. അപ്പോൾ ഈ കമ്മിറ്റികൾ എന്താണ് ചെയ്യുന്നത്? അത് സോഷ്യലി ഓഡിറ്റ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഈ ദുരന്ത നിവാരണ ഒരു അതോറിറ്റി, അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്താണ് നമുക്ക് ചെയ്യാനാവുക? അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം. ഇപ്പം നമ്മൾ ലാൻഡ് സ്ലൈഡ് തന്നെ മലയിടിച്ചില്ലേ, കവളപ്പാറയിലുണ്ടായി, വെറ്റിമുടിയിലുണ്ടായി, പുത്തുമലയിലുണ്ടായി, ഇപ്പം മുണ്ടകയിലുണ്ടായി. നമ്മളവിടെ ചെന്നിപ്പോൾ എല്ലാം ദുരിതാശ്വാസം, റീഹാബിലിറ്റേഷൻ, ഇതെല്ലാം ഇത് വന്നതിന് ശേഷം ചെയ്യുന്നതാണ്. നമുക്ക് വരാതിരിക്കാൻ വെച്ചാൽ പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ബംഗാൾ ഉൾക്കടലിൽ എപ്പോഴും പ്രശ്നമായിരുന്നു. ഒറീസ, ബംഗാൾ, ആന്ധ്രാപ്രദേശ് നിരന്തരമായി കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം. എന്നിട്ട് അവിടെ നിന്ന് റെഫ്യൂജീസ് കേരളത്തിലേക്ക് വന്നു, നൊമാഡ്സിനെ പോലെ അവരിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ എത്തി. എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ഭിക്ഷയയച്ച് നടക്കുന്നത്. ഇപ്പോൾ അവിടെ ഒന്നും വരാറില്ല. 78 തോന്നുന്നു ഒറീസയിൽ ഒരു വലിയ സൈക്ലോൺ ഉണ്ടായി, 1.5 ലക്ഷം പേര് മരിച്ചെന്ന കണക്ക്. ഒരു 5 ലക്ഷം പേരെങ്കിലും അന്ന് മരിച്ച. പക്ഷേ ഈ ഒരു 3-4 വർഷം മുമ്പ് അതിനേക്കാൾ ശക്തിയായ ഒരു ചുഴലിക്കാറ്റ് ഒറീസയിലുണ്ടായി. പക്ഷേ മരിച്ചത് 2 പേരാണ്. എന്ന് പറഞ്ഞാൽ വാർണിംഗ് സിസ്റ്റം ഒറീസ പോലുള്ള പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇത്രയും വർഷം കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ഒറീസയെക്കുറിച്ച് അല്ലാതെ അറിയാവുന്ന ഒരാളാണ്. ഞാൻ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ് ഈ ഒരു സിസ്റ്റം. അവർ എത്ര പേരെയാണ് രക്ഷപ്പെടുത്തിയത്? ഇപ്പോൾ അമേരിക്കയിൽ കത്രീന ഉണ്ടാകുന്നു, വലിയ കൊടുങ്കാറ്റും സംഭവമാണ്. പക്ഷേ മനുഷ്യൻ്റെ കാഷ്വാലിറ്റീസ് വളരെ കുറവാണ്, വിരലിലുണ്ടാവുന്നതാണ്. കാരണം പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. പക്ഷേ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ, അതാണല്ലോ നോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ദുരിതാശ്വാസവും ബഹളവും എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഇത് മറന്നുപോകും. നമുക്കൊരു നല്ല വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണ്ടേ? ഇപ്പോൾ നാളെ ഇതിനകത്തൊരു എക്സ്പേർട്ട് കൂടിയാണ്. നമുക്കിപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ എക്സ്ട്രീം ഹെവി റെയിൻ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ ക്യുസാറ്റിലെ സംവിധാനമുണ്ട്, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനമുണ്ട്. നിങ്ങൾ ഈ ജിയോളജിസ്റ്റുകൾ മണ്ണിൻ്റെ ഘടന പരിശോധിക്കും, സോയിൽ ഇതിൻ്റെ ഈ മലയിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ, സോയിൽ പൈപ്പിംഗ് പോലുള്ള സാധ്യതകളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടൊക്കെ പറയും. ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്ന ഇതുകൂടി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ദൗത്യമല്ലേ? അല്ല, നമ്മൾ മിറ്റിഗേഷനാണല്ലോ, ലഘൂകരണം, ഈ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആഘാതം ലഘൂകരിക്കുക എന്നുള്ളൊരു മിറ്റിഗേഷൻ. ഇത് രണ്ടും, ഈ വാർണിംഗ് സിസ്റ്റവും ഈ മിറ്റിഗേഷൻ സ്കീമും നമുക്കുണ്ടോ ശരിക്കും യഥാർത്ഥത്തിൽ? ലാൻഡ് സ്ലൈഡിനെ സംബന്ധിച്ചിടത്തോളം, ശരിക്കും ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർണിംഗ് സിസ്റ്റം ഇന്ത്യയിൽ തന്നെ നിലവിലില്ല. അതിനുള്ള സാധ്യത പ്രദേശങ്ങൾ കണ്ടെത്താൻ സാധിക്കും, പക്ഷേ എപ്പോൾ ഇത് സംഭവിക്കുന്നുള്ള ഒരു വാർണിംഗ് സിസ്റ്റം ഇല്ല, നിലവിലില്ല.
അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ കണ്ടെത്താനായിട്ട്. അവർ 2026 ഇങ്ങനെ ഒരു അലർട്ട് സിസ്റ്റം ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാ പത്രങ്ങളിലെല്ലാം വന്ന വാർത്തയാണ്. അപ്പം അങ്ങനെ നിലവിലില്ലാത്തൊരു അലർട്ട് സിസ്റ്റം നമുക്ക് ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ മലയിലെല്ലാം സെൻസറുകൾ വെക്കണം. സെൻസർ വെച്ചിട്ട് അതിൽ ഈ പോർ പ്രഷർ, അതായത് പാറയുടെ സുഷിരങ്ങളിൽ ഈ കിനിഞ്ഞിറങ്ങുന്ന വെള്ളം എപ്പോഴാണ് ആ സമ്മർദ്ദം പാറയെ അങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പോകുന്നത് എന്ന് ആ മൊമെൻറ്റിൽ ആ ഒരു ചിലപ്പോൾ 1-2 സെക്കൻഡ് മുമ്പായിരിക്കും അത് കണ്ടുപിടിക്കുന്നത്. ഈ സെൻസറുകൾ നമുക്കിപ്പോൾ അലർട്ട് തന്നാലും അത് ഏതെങ്കിലും ഒരു ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനോ ആയിരിക്കും ഈ സെൻസറിലെ അലർട്ട് കിട്ടുന്നത്. അത് നമുക്ക് പിന്നെ ഇവിടെ തീരുമാനമെടുക്കുന്ന ആൾക്ക് കിട്ടിയിട്ട് ആളുകളുടെ കയ്യിൽ ഈ ഇൻഫർമേഷൻ വരണം അല്ലേ. അപ്പോൾ അതിന് ഉള്ള സംവിധാനങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ആദ്യം കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ലഘൂകരണ പ്രവർത്തനങ്ങൾ ചെയ്യുക. നമുക്കിപ്പോൾ മുണ്ടക്കൈ തന്നെ 2016 ദുരന്ത നിവാരണ പ്ലാനാണ് ഇപ്പോഴും നമുക്ക് തത്വത്തിൽ നിലനിൽക്കുന്നത്. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ വെബ്സൈറ്റിൽ പോയി നിൽക്കുമ്പോൾ കാണുന്നത് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ 2016 കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഈ ഡിസാസ്റ്ററിൻ്റെ നേച്ചർ തന്നെ വ്യത്യാസം മാറി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ലോകത്തിൽ ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര ഔട്ട്ഡേറ്റഡ് ആണ് നമ്മൾ ഈ കാര്യത്തിൽ എന്നുള്ളതിൻ്റെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ഞാനിപ്പോഴാണ് അറിയുന്നത്, ഇല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചേനെ. ഇപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിക്കുന്നത്. ഇത് വന്നപ്പോൾ ഞാനിപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ സൈറ്റിലേക്ക് ഞാൻ വണ്ടിയിലിരുന്ന് മൊബൈലിൽ സൈറ്റിൽ നോക്കുകയാണ്. അപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് മെത്തേഡ്സ്, എന്താണ്, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യണത്, അവിടെ ചെന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ പറയണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ ഈ 2018 മഹാദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പാണ് ഇതുണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ചില ഡിസ്ട്രിക്റ്റുകൾ 2019 ഒരു പുതുക്കിയ, പക്ഷേ ഓരോ കൊല്ലവും ഇത് പുതുക്കണം എന്നാണ് നിയമം പറയുന്നത്. ആക്ടിലും പറയുന്നു ഓരോ കൊല്ലവും ഇത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ വയനാട്ടിലെ ഡിസ്ട്രിക്റ്റിലെ കളക്ടറേറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഈ 2019 കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനകത്ത് പറയുന്നത് ഈ 2019 ഉണ്ടാക്കിയതാണ്, എല്ലാ കൊല്ലവും ഇത് അപ്ഡേറ്റ് ചെയ്യണം, പക്ഷേ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു വാചകം അതിനകത്ത്. അപ്പോൾ ആ സംഭവം നടക്കണം എന്നുണ്ടെങ്കിൽ 2020 ലാൻഡ് സ്ലൈഡ് നടന്നുവല്ലോ. ഇപ്പോൾ 2021 പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. കവളപ്പാറ, പുത്തുമല ഇതെല്ലാം സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. നമുക്ക് പ്രോൺ ഏരിയ, അതായത് ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലം മാപ്പ് ചെയ്യാൻ പറ്റില്ലേ? അതിപ്പോൾ മാപ്പ് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കാണുന്നത് ശാസ്ത്രലോകം കുറച്ചുകൂടെ സുതാര്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ, ഏത് സർക്കാരാണെങ്കിലും ഭരണത്തിലിരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതൊന്ന് മാറ്റി കിട്ടിയാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമ്മുടെ സംസ്ഥാനം, കാരണം അത് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ മതി. നിയമമല്ല, അങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടുവന്നാൽ. ഇത് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇപ്പം MLA ചൂണ്ടിക്കാണിക്കുന്നത് മീറ്റിംഗ് പോകുമ്പോൾ ഞാൻ കംപ്ലീറ്റ് നിശബ്ദതയാണ് സാധാരണ കാണുന്നത്. അതായത് ഇപ്പോൾ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ നമ്മൾക്ക് മുതിർന്ന നേതാക്കളോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിലുള്ള അപ്പോൾ എന്താണ് നേതൃത്വം വഹിക്കുന്ന ആരെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷരം അതിനെ എതിർത്ത് പറയാൻ ഉദ്യോഗസ്ഥർക്ക് മടിയാണ്, പേടിയാണ്. അതായത് നമ്മൾ ഇങ്ങനെ സർക്കാരിനെതിരെ പറഞ്ഞു പോകും, അത് മാറ്റിയിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ഭേദഗതി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇവിടെ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂപടങ്ങളൊന്നും പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു പ്ലാനിങ് നടത്താൻ യോഗ്യമായിട്ടുള്ളതല്ല, യോജിച്ചതല്ല. കാരണം 1/2 കിലോമീറ്റർ സ്ഥലം, 500 മീറ്റർ,
അതെല്ലാം കൂടി 1 സെന്റിമീറ്ററിനകത്തേക്ക് ചുരുക്കുന്ന രീതിയിലാണ് ഈ മാപ്പുകൾ ഇപ്പോൾ 1:50,000. ആണ് 1:50. ആ 1:50,000 എന്ന് പറഞ്ഞാൽ ഇപ്പം മുണ്ടകയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ ഈ മാപ്പുകൾ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ മുണ്ടകയിൽ പെയ്യുന്ന മഴ അടുത്ത പിന്നെ മാനന്തവാടിയിൽ പെയ്യുന്നുണ്ടാവില്ല. അപ്പൊ പ്രാദേശിക അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ പ്ലാനുകൾ സൂക്ഷ്മ തലത്തിൽ. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ആദ്യം ഇവരുടെ എല്ലാവരുടെയും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഈ കേരളത്തിൽ നിലവിലുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചോദിക്കണം, ഈ വയനാട് പുനർനിർമ്മിക്കാൻ റിക്കവറി ആൻഡ് റീഹാബിലിറ്റേഷൻ അതിൽ നിങ്ങളുടെ പ്രപ്പോസലും കൊണ്ടുവരാൻ പറയണം. യൂണിവേഴ്സിറ്റികളുടെ ആളുകൾ, ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, GSA ഉണ്ട്, സെറ്റ്സ് ഉണ്ട്, ഇതെല്ലാം കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. വെള്ളം, മണ്ണ്, നമ്മൾ മണ്ണ് സംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റോൾ ഇതിനകത്ത് നമ്മൾ അധികം പറയുന്നില്ല. പക്ഷെ അത് വളരെ അത്യാവശ്യമാണ്. അഗ്രോ ഫോറസ്ട്രി ഇപ്പൊ കാട്ടിനകത്ത് ഈ ഉരുൾപൊട്ടി എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത്. എല്ലാ ലാൻഡ് സ്ലൈഡിലും ജനവാസ കേന്ദ്രത്തിലേക്ക് ഈ മണ്ണ് ഒലിച്ചിറങ്ങുകയാണ്. ഉരുൾപൊട്ടലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഉൾക്കാടിൽ എന്തുകൊണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു? അവിടെ കാടിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായ ഒരു വനാവരണം ഇല്ലാതായിരിക്കണം. അപ്പം അതിനെ എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം? ഈ സോഷ്യൽ ഫോറസ്ട്രിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനും വളരെയധികം പങ്കുണ്ട്. ഈ നടുന്നത് യൂക്കാലിപ്റ്റസ് ആണെങ്കിൽ അത് ദോഷമുണ്ടാക്കും, കാറ്റാടി മരമാണെങ്കിൽ അത് ദോഷമുണ്ടാക്കും. പക്ഷെ പെട്ടെന്ന് വളരുന്നത് കൊണ്ട് ഈ കാറ്റാടി മരമാണ് കൊണ്ടുവയ്ക്കുന്നത്. പല സ്ഥലത്തും യൂക്കാലിപ്റ്റസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകും. സ്വാഭാവികത നഷ്ടപ്പെട്ട് സ്വാഭാവികമായൊരു വന ആവരണം എന്ന് പറയുന്ന നമ്മുടെ ഒരു കൺസെപ്റ്റ് അത് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മണ്ണിനെ അത് ബാധിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മളിങ്ങനെ ഇതിൽ അന്വേഷിച്ച് ഇങ്ങനെ പോകുമല്ലോ, ഇങ്ങനെ എന്താണ്, ഞാൻ കുറേ എനിക്ക് പരിചിതമല്ലാത്ത കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഒരെണ്ണം, പിന്നെ അതുപോലെ എന്താണ് ഒരു മോഡലിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ മോഡലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയ ഡാറ്റ അനാലിസിസ് ഉണ്ട്, റിയൽ ടൈം ഫീൽഡ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ സാധാരണ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഈ മുന്നറിവുകൾ ഉണ്ടാക്കാൻ സഹായിക്കും. ഇപ്പോൾ ഇത് ശാസ്ത്രീയമായ ഒരു വശത്ത് നിൽക്കുന്ന സാധനം. ഇനി ഈ മുണ്ടകയിൽ തന്നെ ഉണ്ടായ സംഭവം 30-ാം തീയതി സംഭവിക്കുന്ന 29-ാം തീയതി 2-3 TV ചാനലുകളിൽ ഒരു പ്രായമായ മനുഷ്യൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. ഈ പുഴയുടെ അരികിൽ ഇയാൾ പറയുകയാണ്, മുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഉരുൾ പൊട്ടിയിട്ടുണ്ട്. കാരണം വെള്ളത്തിൻ്റെ കളറ് കണ്ടാലറിയാം, ചെളി കലർന്ന് വരുന്നുണ്ട്. അത്യാവശ്യമായിട്ട് എല്ലാവരും മാറ്റിയില്ലെങ്കിൽ അപകടം ഉണ്ടാകും. രാത്രി 3 മണിക്ക് തുടങ്ങിയതാ, ഇതുവരെ നിന്നിട്ടില്ല മഴ. പക്ഷെ നല്ല വെള്ളം, ഉരുൾപൊട്ട മുകളിൽ പൊട്ടിയിട്ടുണ്ട് സംഗതി. ഇനി പൊട്ട ഉണ്ട്, പക്ഷെ ആ വെള്ളമാണ് ഇപ്പോൾ വരുന്നത് പൊട്ടിയിട്ട്. ഇനി പൊട്ട ഉണ്ട് സംഗതി, പൊട്ടി വരും. അത് ഇൻഡിജിനസ് നോളജാണ്, പ്രാചീനമായിട്ടുള്ള ഒരു അറിവാണ്. സ്മെല്ല് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്, ഒരു സ്മെല്ല് വരുന്നുണ്ട്, ഈ ചെളിയുടെ ഇത് വരുന്നുണ്ട്, എന്തോ മുകളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു പ്രാചീന അറിവും നമ്മുടെ ഏറ്റവും ശാസ്ത്രീയമായ ഏറ്റവും പുതിയ അറിവുകളും ഇതിനെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം അല്ലേ നമുക്ക് ശബ്ദത്തിൽ വേണ്ടത് ആണ്. ഇത് വെച്ചാൽ നമ്മൾ ഇത്തരം നാട്ടറിവുകളെ നമ്മൾ പൂർണ്ണമായിട്ടും വിസ്മരിക്കുന്നുണ്ട്. അവർ പറയുന്ന നമ്മൾ ഈ സാങ്കേതിക ഒരു മികവിൽ അങ്ങനത്തെ പരിജ്ഞാനം മാത്രമേ നമ്മൾ ഒരു അംഗീകൃത അറിവായിട്ട് ഇപ്പോൾ കാണുന്നുള്ളൂ. വാസ്തവത്തിൽ നാട്ടറിവുകൾ സമന്വയിപ്പിച്ച്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്, ഈ സാങ്കേതിക അറിവും ഈ നാട്ടറിവും കൂടി സമന്വയിപ്പിക്കുക തന്നെ വേണം. ഈ തെളിനീരുറവയായിട്ട് ഒഴുകി വരുന്ന വെള്ളം പെട്ടെന്ന് ചെളി കലർന്ന് വരികയാണെങ്കിൽ അത് ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു ഉരുൾപൊട്ടൽ സൈനാണ്, അതിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ ഈ മലഞ്ചെരിവുകളിൽ, ചെങ്കുത്തായി കിടക്കുന്ന മലഞ്ചെരിവുകളിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്നൊരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ. ഉരുൾപൊട്ടൽ തന്നെ പല വിധത്തിലുണ്ട്. പാറ മാത്രമായിട്ട് തെന്നി ഇങ്ങനെ താഴെ വീഴാം, പാറയും ചെളിയും കൂടിയായിട്ട് തെന്നി വീഴാം. ചിലപ്പോൾ മണ്ണ് മാത്രം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, നമ്മളത് അറിയുന്ന പോലും ഇല്ല, അത്ര പതുക്കെയാണ്.
അതിന് ജിയോളജിയിൽ പറയുന്ന സോയിൽ ക്രീപ്പ് എന്നുള്ള വാക്കാണ്. സോയിൽ ക്രീപ്പ്. ക്രീപ്പ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മരങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും മരങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെലിഫോൺ പോസ്റ്റ് ഉണ്ടെങ്കിൽ, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ ചെരുവിലേക്ക് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ നേരെ നിൽക്കേണ്ട പോസ്റ്റുകൾ ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക. തടികൾ, മരത്തിൻ്റെ തടി അതിങ്ങനെ ചെറുതായിട്ട് വളയും, ഈ ചെരുവിലേക്ക് ഇങ്ങനെ ഒന്ന് വളഞ്ഞു നിൽക്കും. അപ്പം ഇങ്ങനെ ആ വളവ് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം സോയിൽ ക്രീപ്പിന്റെ ലക്ഷണങ്ങളാണ്. 20 ഡിഗ്രി ചെരിവ് എന്താ പറയുന്നത്, അതെന്താണ് പറയുന്നത്? അതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു മലയുണ്ട്, ഇങ്ങനെ ഒരു മല ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് തിരശ്ചീനമായിട്ടൊരു പ്ലെയിൻ, ഒരു എന്തെങ്കിലും ഒരു പ്രതലം നമ്മളിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അവിടുന്ന് ഉള്ള ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ചെരിവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏത് ചെരിവും ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു മലയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഈ തിരശ്ചീനമായി പ്രതലത്തിൽ നിന്ന് 45 ഡിഗ്രി ഏകദേശം ചെരിവുള്ളതാണ്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ 90 ഡിഗ്രി ചെരിവുണ്ട്. 16 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള ഏത് പ്രദേശവും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയായിട്ടാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമാണ് ഇതിൻ്റെ ഒരു ഘടകം. ഇപ്പം എല്ലാവരും ഈ റെയിൻ ഗേജ്, മഴമാപിനികൾ വെച്ചാൽ ഈ ഉരുൾപൊട്ടൽ കൃത്യമായിട്ട് പ്രവചിക്കാം എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്ത് കാണുന്നുണ്ട്. അത് ശരിയല്ല. കാരണം ഈ മഴയുടെ അളവ് മാത്രമല്ല ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ വയനാട് ദുരന്തത്തിൽ തന്നെ വലിയ പാറക്കല്ലുകൾ കാണുന്നുണ്ട്. മഴ കൊണ്ട് ഇത് താഴെ വരാൻ ബുദ്ധിമുട്ടാണ്. അത് പിന്നെ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പോലെയുള്ള സർഫസാണ് ആ പാറകളിലെല്ലാം. അത് അവിടെ ഫ്രാക്ചർ സോൺ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അതിൻ്റെ കൂടെ മഴയും കൂടി പെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഈ വിള്ളലുകളുള്ള പാറകൾ കണ്ടുപിടിക്കാനും ഫ്രാക്ചർ സോൺസ് എന്തെങ്കിലും ടെക്ടോണിക് ആക്ടിവിറ്റി എന്ന് പറയുക, അതായത് ഭൂമിക്കടിയിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണ് ഈ വിള്ളലുകൾ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് അധികം മഴയും കൂടി പെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ താഴെ വരും. അപ്പോൾ മഴമാപിനികൾ മാത്രം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ നമുക്ക് ആശാസ്യമല്ല. അപ്പോൾ ഈ ശാസ്ത്രജ്ഞരെ എല്ലാവരും വിളിച്ച്, ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളെയും വെച്ച് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ പാരാമീറ്റേഴ്സും പ്രധാനമാണ്. സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഈ ഹസാർഡ് സൊനേഷൻ മാപ്പ്, അതായത് ഉരുൾപൊട്ടൽ സാധ്യതയും മറ്റുള്ള ദുരന്ത സാധ്യതകളും എല്ലാം കണക്കിലെടുത്തത് 1:50,000 സ്കെയിലാണ്. പ്രാദേശികമായി നമുക്ക് ഉപയോഗം ഒരു തരത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വിഹക വീക്ഷണം കിട്ടും. അതായത് വയനാടിൻ്റെ പടിഞ്ഞാറേ ഭാഗമാണ് കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യത, കിഴക്കേ ഭാഗം കുറച്ച് കുറവാണ്. അല്ലെങ്കിൽ ഏത് പഞ്ചായത്താണ്, ഏത് ലോക്കൽ ഏരിയ ആണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ നമ്മൾ ഇവാക്യുവേഷൻ ഒന്നും നടക്കില്ലല്ലോ, ഒന്നും നടക്കില്ല. മാത്രമല്ല ഈ മാപ്പിന്റെ അടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് സെസ് ചെയ്തിട്ടുള്ള സ്കെയിൽഡ് മാപ്പാണ്. പക്ഷെ ദുരന്ത നിവാരണ പ്ലാനുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ മാപ്പുകളും സ്കെയിൽഡ് മാപ്പല്ല. അതായത് അതിനെ നമ്മളിങ്ങനെ വെറുതെ ഒരു മെഷീൻ വെച്ച് ചുരുക്കാം, നമുക്ക് സിറോക്സ് ചെയ്യുമ്പോൾ എൻലാർജ് ചെയ്യാൻ ചുരുക്കാം. അപ്പോൾ അതിൽ സ്കെയിൽ, ഈ ബൗണ്ടറികൾ നമ്മൾ അതിൻ്റെ പുറത്തിപ്പോൾ കൊണ്ടുവച്ചു എന്ന് വിചാരിച്ചോളൂ. ഈ നമ്മുടെ ഭൂമിയുടെ ഒരു മാപ്പ് തയ്യാറാക്കിയിട്ട്, ബൗണ്ടറി അതിരുകൾ തയ്യാറാക്കിയിട്ട് ഈ മാപ്പിൻ്റെ പുറത്ത് കൊണ്ടുവച്ചാൽ ഈ സ്കെയിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് വെറുതെ ചുരുക്കിയതാണ്. അത് ശരിക്ക് നടന്ന് നമ്മൾ മാപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടത് 1:2000 എന്നുള്ള സ്കെയിലോ 1:4000 എന്നുള്ള സ്കെയിലെങ്കിലും മാറ്റം. കഡാസ്ട്രൽ മാപ്പ് എന്നാണ് അതിന് വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ മാപ്പിൻ്റെ സങ്കല്പം തന്നെ മാറ്റണം. സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് 4-5 പാരാമീറ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. സ്ലോപ്പ്, എത്ര ഭൂമിയുടെ ചെരിവുണ്ട്, മഴ എത്ര പെയ്യുന്നുണ്ട്, പിന്നെ അവിടെ ഫ്രാക്ചർ ഉണ്ടോ, വിള്ളലുണ്ടോ, ജോയിൻസ്, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് എടുത്തിട്ടുള്ളത്. ലാൻഡ്സ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ 14 പാരാമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ വിശദമായിട്ടുള്ള പഠനമാണ്. അപ്പോൾ സെസ് കുറച്ച് ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിൽ കുറച്ച് മാപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കാൻ പറ്റാത്തത് 1, 4, 5 ഫാക്ടറുകളും പാരാമീറ്റേഴ്സും 14. അപ്പോൾ ഈ മീറ്റിംഗ് വിളിച്ചുകൂട്ടി നമ്മൾ ആവശ്യപ്പെടേണ്ടത് വാസ്തവത്തിൽ എത്ര പാരാമീറ്റർ എടുക്കാൻ പറ്റും, ഇതിന് ആ പാരാമീറ്റർ കൃത്യമായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ട് വിവിധ ഏജൻസികൾ ഈ വയനാട് ആദ്യം തുടങ്ങട്ടെ.
വയനാട് തുടങ്ങിയിട്ട് ഇത് എല്ലാ സ്ഥലത്തും ചെയ്യേണ്ടി വരും. കാരണം കേരളത്തിൽ ഈ വെസ്റ്റേൺ ഗാർഡ്സ് എല്ലായിടത്തും നിൽക്കും. എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ആ മേഖലയിൽ വീണ്ടും കൊണ്ടുപോയി വീട് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞ, അവർക്കും പോകാൻ താല്പര്യമില്ല. അപ്പം മറ്റ് സ്ഥലങ്ങളിലാണ് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണ ഒരു ഫ്ലഡൊക്കെ വരുമ്പോൾ വീട് വെച്ച് കൊടുക്കുന്നൊരു മോഡലല്ലല്ലോ ചെയ്യേണ്ടത്. കുറേ കൂടി ശ്രദ്ധയോടുകൂടി ഇനി ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ പോലും അതിനെ മറികടക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള വീടുകളുടെ നിർമ്മാണം. ഇപ്പം ഞാൻ ഒരു കൺസ്ട്രക്ഷൻ പോളിസി തന്നെ കേരളത്തിൻ്റെ മൊത്തമായിട്ട് വീടുകൾ നിർമ്മിക്കുന്നത് മാത്രമല്ല, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, അത് ഇങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനൊക്കെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ, അതിൻ്റെ വ്യവസ്ഥകളിലെല്ലാം വലിയ മാറ്റം ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ വരുത്തണ്ടേ. നേരത്തെ നമ്മൾ പറഞ്ഞു, പോളിസി, ഏത് പോളിസി, ഡെവലപ്മെൻറ്റ് പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഘടകമാകണം. അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നിയത് കൺസ്ട്രക്ഷൻ പോളിസിയിലാണ്. കൺസ്ട്രക്ഷൻ പോളിസിയിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണം. അതിനെക്കുറിച്ച് എന്താണ് ശരിക്കും? ഇത് ഈ 2018 ഫ്ലഡ് നടന്നു കഴിഞ്ഞപ്പോൾ ആ വെള്ളപ്പൊക്കത്തിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതികൾ, അതാണ് റീബിൽഡ് കേരളയിലും ഒക്കെ പറയുന്നത്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളം കയറി വരാതിരിക്കാൻ വേണ്ടി തൂണുകളിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പൊക്കി 2018 ഫ്ലഡ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെയാണ് അത് വിഭാവന ചെയ്യേണ്ടത്. ഇപ്പൊ തൂണുകളിൽ വേണമെങ്കിൽ വെള്ളം അല്ലെങ്കിൽ കുറച്ച് എലിവേറ്റഡ് ആയിട്ട് വെള്ളപ്പൊക്കത്തിന് ആ നിരക്ക് മുകളിലായിട്ട് നമ്മൾ ഈ വീട് വെക്കുക എന്നുള്ള ഫൗണ്ടേഷൻ അതിന് മുകളിൽ വെക്കുക. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തൂണുകളിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തകരാൻ പോകുന്നത് ഈ വീടാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ദുരന്തങ്ങൾ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വേണം. അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കേരളത്തിന് അത് ഉണ്ടാക്കാൻ ആരും തടസ്സം നിൽക്കുന്നില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇവിടെ എഞ്ചിനീയർമാരെ നല്ല വൈദഗ്ധ്യമുള്ളവർ വെളിയിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ എന്താണ് ലോക കേരള സഭയിൽ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയും കൂടി അവരെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവരെ ഓൺലൈനിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ മതി. അപ്പോൾ അതിന് ഈ വിവിധ തരത്തിലുള്ള ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാൻ, മലയിടിച്ചിലാകാം, വെള്ളപ്പൊക്കമാകാം, ഭൂമി കുലുക്കമാകാം, വ്യത്യസ്തമായ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ നടത്തുന്ന ഈ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് മാത്രമല്ല, എല്ലാ കെട്ടിട നിർമ്മാണങ്ങൾക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോളിസി ഇതിൻ്റെ അകത്ത് ഉണ്ടാകണം. വേണം. അത് ഈ 1999 2000 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ. ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം, അവിടെ എന്ത് ഡിസൈൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഇതിനകത്ത് ഈ 1999 2000 കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ നാഷണൽ ബിൽഡിംഗ് കോഡ്, ദേശീയ ബിൽഡിംഗ് കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അത് 2005 ദേശീയ ബിൽഡിംഗ് കോഡ് ഉണ്ടാക്കി വെച്ചത്. അതും അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം, അതും അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമായി. അപ്പോൾ അത് എഞ്ചിനീയർമാർക്ക് കൊടുത്താൽ മതി. നമ്മുടെ ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് റിവൈസ് ചെയ്ത് നമുക്ക് തരും. അതിനനുസരിച്ച് അതൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 2020 ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ മുണ്ടകൈ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മളിത് തുടങ്ങണമായിരുന്നു. അങ്ങനെ ആദ്യം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മൾ ഈ അവനവൻ്റെ വീടാണല്ലോ ഏറ്റവും പ്രധാനം, ആളുകൾ താമസിക്കുന്ന പബ്ലിക് ബിൽഡിങ്സിൻ്റെ ഒരു വൾണറബിലിറ്റി നമ്മൾ ഓടിച്ചെങ്കിലും ഒന്ന് അസസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് ചിലത് ഇങ്ങനെ നമ്മൾ അവിടെ പോയി നിന്ന് വലിയ സർവേ ഒന്നും നടത്താതെ തന്നെ ചില പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ നോക്കി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അത് വൾണറബിൾ ആണോ. അതായത് ഇപ്പോൾ നദി ഒഴുകി വരുന്നതിൻ്റെ 2 വശത്തും 1/2 കിലോമീറ്റർ വെറുതെ വിടണം എന്നാണ്. ഫ്ലഡ് പ്ലെയിൻ ആണത്. അപ്പോൾ ആ ഫ്ലഡ് പ്ലെയിനിലാണോ ഇത് നിൽക്കണേ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. 1/2 കിലോമീറ്റർ നദിയുടെ 2 കരയിലും. പിന്നെ ഈ മുണ്ടകയിൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടത് അത് ഒഴുകി പോകുന്ന സൈഡിലുണ്ടായിരുന്ന വീടുകളാണ് ഏറ്റവും ദുരന്തത്തിൽപ്പെട്ടത്. അപ്പോൾ ആ ഫ്ലഡ് പ്ലെയിൻ സൊനേഷൻ നമ്മൾ നടത്തിയിട്ടില്ല. അത് ഇത്ര കാലമായിട്ട് നമ്മൾ 2018 ശേഷം ശരിക്കും വേണമെങ്കിൽ ആ
നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്ലഡ് ഉണ്ടാകുന്ന പെരിയാർ, പമ്പ പോലുള്ള സ്ഥലങ്ങളിൽ പോലും കൃത്യമായ ഫ്ലഡ് മാപ്പിംഗ് നടത്തിയിട്ടില്ല. ഇപ്പം ഞാൻ 2018 ശേഷം സ്വകാര്യമായിട്ട് സുഹൃത്തുക്കളെ വെച്ചുകൊണ്ട്, എക്സ്പേർട്ടുകളെ വെച്ചുകൊണ്ട് ഫ്ലഡ് മാപ്പിംഗ് നടത്തി. നമ്മുടെ ഒരു ഏരിയയിൽ ഇപ്പോൾ ഭൂതത്താൻകെട്ട് തുറന്നാൽ ഏതെല്ലാ സ്ഥലത്ത് വെള്ളം പൊങ്ങും, ഇടമലയാറ് തുറന്നാൽ എവിടെ വെള്ളം പൊങ്ങും, ഷോളയാറ് തുറന്നാൽ ചാലക്കുടി പുഴയെന്ന് എൻ്റെ കോൺസ്റ്റുവൻസിലെ ഏരിയയിൽ എവിടെ വരും എന്ന് അവർ ഈ IIT-യിൽ, മുംബൈ IIT-യിലൊക്കെ റിവർ മാനേജ്മെന്റിലൊക്കെ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ചാലക്കുടിയിലെ ഇപ്പോൾ സ്നേഹികളുണ്ട് കുറേ പേര്, അവരെല്ലാം കൂടി ചെയ്തു തന്നു. അതിന്റെ ഗുണം കിട്ടിയത് 2019 ഫ്ലഡിൽ എനിക്ക് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ഒരുപാട് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റി. കറക്റ്റായിരുന്നു. ഷോളയാറ് തുറന്നു കഴിഞ്ഞപ്പോൾ എത്ര മണിക്ക് ഈ ചാലക്കുടി പുഴയിൽ വെള്ളം എത്തും എന്ന് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഇങ്ങനെ ഒരു ശാസ്ത്രീയമായ ഒരു അറിവോട് കൂടി ഇത് ചെയ്തതിൻ്റെ ഒരു ഗുണം കിട്ടി. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. എനിക്കൊരു പ്രധാനപ്പെട്ട സംശയം കൂടി ചോദിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും ഇതൊരു വലിയ തോതിലുള്ള വലിയ വ്യാപ്തിയുള്ള ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. വിലങ്ങാടും ഒരു ചെറിയ ദുരന്തം ഉണ്ടായി. സാധാരണ എല്ലാവരും പറഞ്ഞു നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണം. അപ്പോൾ നമ്മുടെ ആക്റ്റിലൊന്നും നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ള വാക്കില്ല. പക്ഷേ അവരെല്ലാം ഈ നാഷണൽ ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞവരെല്ലാം സതുദ്ദേശത്തോടു കൂടിയാണ് പറയണത്. കാരണം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അതിൻ്റെ സഹായം കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള, കാരണം ഒരു നാഷണൽ ഇതുള്ള സംഭവമാണ്, വലിയ രാജ്യത്ത് നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. സത്യത്തിൽ അതിൻ്റെ ഒരു കൺവെൻഷൻ എന്താണ്? ആക്റ്റിൽ ഇതൊന്നും പറയുന്നില്ല. ആക്റ്റിൽ ഇത് പറയുന്നില്ല. ഇങ്ങനെ ഒരു ദേശീയ ദുരന്തം അല്ലെങ്കിൽ ലോക്കൽ പ്രാദേശിക ദുരന്തം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ 2007 ഒരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്ലാനുകൾ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത്, അതിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ആ ഗൈഡ് ലൈനിൽ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ഒരു ദുരന്തവും ഇല്ലാത്തൊരവസ്ഥയെ L0, L എന്ന് പറഞ്ഞാൽ ഈ ലയൺ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ L0, L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ തീപിടുത്തം അത് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റിൻ്റെ ജില്ലാ ഭരണകൂടം ഇടപെടേണ്ട അത്രയും സിവിയറിറ്റി ഉള്ളത്. L3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള സ്റ്റേറ്റ് ഇടപെടേണ്ട മറ്റുള്ള ഏജൻസികൾ, അത് L4 വരെ പോകും. L4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള നാഷണൽ ഗവൺമെന്റ്. അപ്പോൾ ഇത് L3 മുതൽ L4 വരെയുള്ള ഒരു ദുരന്തമായിട്ട് തന്നെ വ്യാപ്തിയുണ്ട്. തീർച്ചയായിട്ടും L4 എന്ന് തന്നെ നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാം. അത് കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സ്പെഷ്യൽ പാക്കേജാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഈ നമുക്ക് വർഷാവർഷം അല്ല 5 കൊല്ലത്തിലൊരിക്കലാണ് ഈ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് തരുന്നത്. അത് കേന്ദ്ര സർക്കാർ 75%, നമ്മുടെ സ്റ്റേറ്റ് സർക്കാർ 25% എടുക്കണം. അത് മതിയാവില്ല, നമ്മുടെ അത്രയും വലിയ വ്യാപ്തിയാണ്. അപ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് സ്പെഷ്യൽ പാക്കേജ് പിറ്റേ ദിവസം തന്നെ ഒരു തരേണ്ടതാണ്. കേന്ദ്ര സർക്കാർ അത് അനൗൺസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ അലർട്ടിന്റെ സിസ്റ്റത്തിനെ പറ്റി ഒരുപാട് ഇങ്ങനെ അത് നമ്മൾ കൊടുത്തിരുന്നു. 4 ദിവസം മുമ്പ് ഇത് പറയാനുള്ള ഒരു സംവിധാനം ഇന്ത്യയിലില്ല. മാത്രമല്ല ഈ ദുരന്ത നിവാരണ അതോറിറ്റി എന്തോ ഒരു മൊബൈലിലൊരു സൈറൻ വരുന്ന എന്തൊരു സിസ്റ്റം ഈ ഇടയ്ക്ക് എല്ലാവരുടെയും ഫോണിലൊരു അലർട്ട് വന്നല്ലോ. അപ്പം ഇത് 4 ദിവസം, എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയമാണ്, 4 ദിവസം മുമ്പേ ഇത് അറിയാമായിരുന്നെങ്കിൽ ഈ അലർട്ട് സിസ്റ്റം നമുക്ക് കഴിഞ്ഞ 23 അത് ഉപയോഗിക്കാമായിരുന്നല്ലോ. അത് എന്തുകൊണ്ട് അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിലൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല അവർ പറയുന്ന കാര്യങ്ങളോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം അനധികൃതമായിട്ടുള്ള കുടിയേറ്റമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്ന ആളുകൾ. ഈ പാവങ്ങൾ അവിടെ പോയി എസ്റ്റേറ്റ് തൊഴിലാളികൾ ലയങ്ങളിലൊക്കെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. മാത്രമല്ല വെസ്റ്റേൺ ഗാർഡ്സിൽ ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ. വെസ്റ്റേൺ ഗാർഡ്സ് ഈ മനുഷ്യരെ ഇറക്കി വിട്ടിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അവിടെ കൃഷിക്കാരുണ്ട്, അതുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, അവിടെ കൃഷി നടത്തി അവർ തന്നെ അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ കൂടി സഹായിക്കുന്നൊരു വലിയ വിഭാഗമുണ്ട്. അവരൊക്കെ ഇതിൻ്റെ പ്രകൃതിയുടെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആ തരത്തിലേക്കുള്ള ഒരു സംസാരം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടി താങ്കളോട് സൂചിപ്പിച്ചതുപോലെ വിവിധ ശാസ്ത്ര സ്ഥാപനങ്ങളുടെ ഒരു
മീറ്റിംഗ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഒരു സെമിനാർ പോലെ സംഘടിപ്പിച്ച് നമ്മൾ അജണ്ട നിശ്ചയിച്ച് നമ്മുടെ വാർണിംഗ് സിസ്റ്റത്തെ നമുക്ക് എത്രമാത്രം മെച്ചപ്പെടുത്താൻ പറ്റും, നമ്പർ 1. നമ്പർ 2, നമുക്ക് ഇതിൻ്റെ ദുരന്തത്തിൻ്റെ ആഘാതം നമുക്ക് എത്ര കുറയ്ക്കാൻ പറ്റും. നമ്മുടെ പോളിസി ഫ്രെയിമിങ്ങിൽ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാക്കി കൊണ്ടുപോകാൻ നിർബന്ധിതമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കൺസ്ട്രക്ഷൻ, നമ്മുടെ പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിന്നെ വനാവരണത്തിനും വനത്തിൻ്റെ സ്വാഭാവികതയ്ക്കും വന്നിരിക്കുന്ന മാറ്റങ്ങളെ എങ്ങനെയാണ് നമ്മൾ കുറേ കൂടി നന്നായിട്ട് അഡ്രസ്സ് ചെയ്യണത്. നമ്മൾ ഈ അനധികൃതമായിട്ടുള്ള കോറിയിങ് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു സമതുലിതാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടോ, അതിൻ്റെ നിലനിൽപ്പിനെ അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടോ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞതിലൊരു കൺക്ലൂഷനിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു ഓഡിറ്റിംഗ്, എൻവയോൺമെൻ്റൽ ഓഡിറ്റിങ്ങും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങും കംപ്ലീറ്റ് ആയിട്ട് നടത്തി ഇന്ന് നമുക്ക് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ശാസ്ത്രീയമായ മാർഗങ്ങളും, ഇപ്പോൾ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി മണ്ണിൻ്റെ ഘടന പരിശോധിക്കുന്ന സംവിധാനം ഉൾപ്പെടെ, കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഉൾപ്പെടെ, ഇതിനെ എല്ലാം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു എന്തായാലും നമ്മൾ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തുവാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഒരു അപകടകരമായ സോണിലാണ്. ഒരുപാട് സാധ്യതകൾ, ഒരുപാട് ദുരന്ത സാധ്യതകൾ, മലയിടിച്ചിൽ മാത്രമല്ല ഒരുപാട് ദുരന്ത സാധ്യതകൾ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതനുസരിച്ചുള്ള കേരളത്തിലെ മാറ്റങ്ങൾ വരുത്താൻ തീർച്ചയായും അങ്ങേപ്പോലുള്ള ആളുകൾ അക്കാര്യത്തിൽ മുൻപന്തിയിൽ ഉണ്ടാകണം. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിന് ഇത് ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങളെപ്പോലുള്ളവരും ശ്രമിക്കും. അതിന് രാഷ്ട്രീയ കക്ഷി പരിഗണനകൾക്ക് അപ്പുറമായി ഇതൊരു കേരളത്തിൻ്റെ വികാരമായി നമ്മൾ ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല നമ്മുടെ ദൗത്യം, ദുരന്ത ലഘൂകരണവും ദുരന്തത്തെക്കുറിച്ചുള്ള അറിവും കൂടുതൽ ആളുകളിലേക്ക് കൂടി പടർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമത്തിലേക്ക് പോകണം. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ശാസ്ത്രീയമായ അറിവുള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ചു നിങ്ങളുടെ അനുഭവവും പരിചയവും അതിന് മുതൽക്കൂട്ടാകണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം താങ്കൾ അത് ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് നന്ദി. ഇത് എനിക്കും ആ പ്രതീക്ഷയാണുള്ളത്. ഒരു ഇൻഷുറൻസ് പദ്ധതി കേരള സർക്കാരിന് കൊണ്ടുവരാം. ദുരന്ത നിവാരണ രംഗത്ത് അങ്ങനെ ഒരു പദ്ധതി ഇല്ല. പിന്നെ ആളുകളുടെ ഉപജീവന മാർഗം തിരികെ കൊണ്ടുവരാൻ, ഇവിടെ വയനാട്ടിൽ തന്നെ കൃഷിക്കാരാണ് കൂടുതൽ. അപ്പം അങ്ങനെയുള്ളവരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്ന രീതിയിൽ പുനർനിർമ്മാണം നടത്തണം. അത് നമ്മൾ പറഞ്ഞു. ചിലർക്ക് കുട്ടികൾ ഓർഫൻസായി, ചിലർ പ്രായമായവർ ഒറ്റയ്ക്കായി, മക്കളും കൊച്ചുമക്കളും ഇല്ല, വീട്ടിലെ ഏണിംഗ് മെമ്പേഴ്സ് നഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇത് ഓരോ ഫാമിലിക്കും ഓരോ പാക്കേജാണ്. നേരത്തെ പറഞ്ഞ തൊഴിൽ കൊടുക്കാം, സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കാം, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടഭൂമി ആയിട്ട് സർക്കാരിൻ്റെ ഭൂമി കൊടുക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവരുടെ ലൈവ്ലിഹുഡ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഓരോ ഫാമിലിക്കും ഓരോ പാക്കേജ്. പിന്നെ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ഒരു ആ പ്രദേശമുണ്ടല്ലോ അതിനെ വീണ്ടെടുക്കുകയും ചെയ്യാം. താമസിക്കാനല്ല, അല്ലാത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടെടുക്കാനുള്ള ഒരു പദ്ധതിയും കൂടി വാസ്തവത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ആ നിർദ്ദേശം കൂടി നമ്മൾ മുമ്പിൽ. താങ്ക് യു.